ദേ അമ്മയും മോനും കൂടി കാട്ടിക്കൂടി ചാടി ഇറങ്ങി പോകുന്നു എന്നല്ലേ. എങ്ങോട്ടാണെന്നറിയോ? നമ്മളിത് ആറ്റിലേക്ക് പോവുകയാണേ. കുഞ്ഞിനുമുത്ത് എണ്ണ തേച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തമ്പുരുക്കുട്ടിക്ക് ഒരു ഐഡിയ തോന്നി, ഇന്ന് കുഞ്ഞിനുമുത്തിനെ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ചാലോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ അവിടുത്തെ മണലിലൊക്കെ ഒന്ന് നിർത്തണം, പിന്നെ ആറ്റിലിറക്കി ഒന്ന് നീന്തിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യിക്കണം എന്നൊക്കെ. അപ്പോൾ ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ, എന്നാൽ പോയേക്കാന്ന് വെച്ചിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കിനാണെങ്കിൽ അവിടെ ആളുകൾ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പ് തന്നെയാണ് ഇത്, തറവാട്ടിലെ പറമ്പാണ്. അപ്പോൾ കുഞ്ഞിനുമുത്തിനെ അവിടെ ഇരുത്തിയിട്ട് കുറച്ച് സമയം ഞങ്ങൾ അതിൽ കൂടെയൊക്കെ നടന്നു കേട്ടോ. പിന്നെ ജ്യൂസൊക്കെ ആയിട്ടാണ് പോയത്, കാരണം അവർക്ക് വിശക്കരുതല്ലോ. അപ്പോൾ അൻവിക്കുട്ടിയാണെങ്കിൽ അതിൽ കൂടെ പറന്ന് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ കുഞ്ഞിനുമുത്തിനെ അവിടെ ഒരു മരത്തിൽ ചാരി നിർത്തി നോക്കിയതാണ്. പിന്നെ അവർ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ ആറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു, വെള്ളം അത്ര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ കരയിൽ കൊണ്ട് കസേര ഇടാമെന്നായിരുന്നു ആദ്യം വിചാരിച്ച്, കുഞ്ഞിനുമുത്തിനെ വെള്ളത്തിൽ നീന്തിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഞാൻ അവനെ ചെയർ ആറിൻ്റെ നടുക്കിട്ടിട്ട് അതിലിരുത്തിയിട്ടോ, കാരണം കുറച്ച് സമയം കൈയൊക്കെ ഇട്ട് മണൽ വാരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞുണിക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, വെള്ളം അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ അൻവിക്കുട്ടിയും കൂടി രണ്ടാളും കൂടി ഭയങ്കര കളിയായിരുന്നേ. അക്കുവും തമ്പുരും കൂടി ആണെങ്കിൽ മീൻ പിടിക്കാൻ പോയേക്കുമായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കുഞ്ഞിനുമുത്ത് കുറച്ചും കൂടി മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ കൊണ്ടുവരുമല്ലേ, എനിക്കിതിലൂടെ നടക്കണം നീന്തണം എന്നൊക്കെ. അപ്പം ഇതൊക്കെ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മോനെ എടുത്ത് ചെയറും എടുത്തൊക്കെ വരാനായിട്ട്. പിന്നെ എന്നാലും ആ ഒരു ഇഷ്ടമൊക്കെ കാണുമ്പോൾ കൊണ്ടുവരും കേട്ടോ, കാരണം അത്രയധികം അവനും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. കുഞ്ഞിനുമുത്തിന് യാതൊരു കുറവും അങ്ങനെ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എടുത്തിട്ട് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ. പിന്നെ അൻവിക്കുട്ടിക്കാണെങ്കിൽ ഞങ്ങൾ മൂട് കയറിയിട്ട് ചാടൽ തന്നെയായിരുന്നേ. പിന്നെ അതേ ഒരാളവിടെ മണലിലൊക്കെ കിടക്കുന്നുണ്ട്. അൻവിക്കുട്ടി പിന്നെ കുഞ്ഞിനുമുത്തിനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ കാല് തേക്കുന്നു, മുഖം തേക്കുന്നു, ഇവിടെ എന്തൊക്കെ പരിപാടികളാണെന്ന് വെച്ചാൽ പറയണ്ട കേട്ടോ. തണുത്ത വെള്ളത്തിൽ ഇവരെ അങ്ങനെ കുളിപ്പിക്കലേ ഇല്ല. പിന്നെ ഇനി വല്ല പനിയോ ജലദോഷമോ ഒക്കെ വരുമോ എന്ന് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെ ചൂടായതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതേ മുഖമൊക്കെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിനുമുത്തിന് ചെറുതായിട്ടൊരു വിറയ്ക്കൽ പോലെ, അതായത് തണുത്തിട്ടൊരു വിറ പോലെ വന്നപ്പോൾ ഞാൻ തമ്പനോട് പറഞ്ഞിടാ നമുക്കെന്നാൽ പോകാം, കാരണം വീട്ടിൽ ചെന്നിട്ട് കുളിപ്പിച്ചാൽ മതി, ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം, ഇനി ഈ വെള്ളത്തിൽ കുളിപ്പിക്കണ്ട, ഇതിൽ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനുമുത്തിനെ എടുത്തിട്ട് മെല്ലെ പോരുവാണ് കേട്ടോ. വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോരി ഒഴിച്ച് എല്ലാവരും നനഞ്ഞിട്ടുണ്ടേ. കുഞ്ഞിനുമുത്ത് നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കുളിച്ച് കുട്ടപ്പനായി ചോറൊക്കെ കൊടുത്തേ.